എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ റിസ്വാൻ ഇപ്പോൾ സെം ബ്രേക്ക് ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവൻ ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിലേ തന്നെ തിരിച്ചു പോവും. അവൻ അടുത്ത സെം തുടങ്ങുകയാണ്. അപ്പം എൻ്റെ അടുത്ത് എന്നും വന്നിട്ട് ചോദിക്കും, എന്തുമ്മ സ്പെഷ്യൽ, എന്താണ് സ്പെഷ്യൽ എന്ന്. സത്യം പറഞ്ഞാൽ അവൻ വന്ന സമയത്ത് അവന് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ പിന്നീട് ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യലും ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. അപ്പം അവന് ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞ് പോവല്ലേ, പിന്നെ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് അവർക്ക് എപ്പോഴും എല്ലാ ആഴ്ചയൊന്നും വരാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല. ഇപ്പം ദോശയും ഇഡലിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും അവർ പറയും എന്നും ഇതൊക്കെ തന്നെയല്ലേ കഴിക്കുന്നത് എന്ന് പറയും. എന്നാൽ നമ്മൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കുക വേണം. അപ്പം അങ്ങനെ മനസ്സിൽ കരുതിയിട്ടാണ് ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു വെച്ചിട്ട് എന്നാൽ ഇന്നിപ്പം അവനായിട്ട് ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇതായത് നമ്മൾ സവാള എല്ലാം ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് വളരെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം, എങ്കിലും മാത്രമേ അത് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചേക്കണേ. അപ്പൊ ഞാൻ സവാളയും ക്യാരറ്റും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്, പിന്നെ നമുക്ക് ക്യാപ്സിക്കം ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ജ്യൂസി ആയിട്ട് വരത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. മറ്റത് ഇട്ട് കഴിഞ്ഞാൽ അത്ര ഇങ്ങനെ ഒരു പതഞ്ഞതുപോലെ അതിൽ നിന്ന് ഉള്ള ആ ഒരു ജ്യൂസ് വരും, അത് വരാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് ഗോതമ്പ് മാവാണ്. ഗോതമ്പ് മാവ് ഞാൻ ദാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, തരിതരിപ്പായിട്ട് പൊടിച്ച മുളക് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നമ്മൾ ആ ഗോതമ്പ് മാവ് എടുത്തിട്ട് അതിനെ ഒന്ന് ലൂസ് ആകത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല കേട്ടോ. കട്ട കെട്ടാതെ നമ്മൾ ഗോതമ്പ് ദോശയ്ക്കൊക്കെ മിക്സ് ചെയ്തെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വിസ്ക് കൊണ്ടാവുമ്പോഴേക്ക് പെട്ടെന്ന് നമുക്ക് ഇളക്കി കിട്ടും. ഇപ്പൊ വിസ്ക് ഒന്നും ഇല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താലും മതി. അതിനുശേഷം നമുക്ക് ഈ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ചേർത്തിരിക്കണം എന്ന് പോലും അവർക്ക് അറിയാൻ പറ്റത്തുമില്ല. ഇത്രയും വെജിറ്റബിൾസ് അവരുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ ഒരുപാട് ലൂസായിട്ട് ഞാനിപ്പോ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഒറിഗാനോയും അതുപോലെ തന്നെ പാഴ്സ്ലി ലീഫില്ലേ അത് ഇതുപോലെ 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നല്ല ഒരു മണവും നല്ല ഒരു ടേസ്റ്റും കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഓപ്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരെ ഉണ്ടാക്കുമ്പം അവർക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ പാനിലേക്ക് ഞാൻ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മാവില്ലേ അത് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് കട്ടിക്കാണ് ഇതിപ്പോ കോരി ഒഴിച്ചെടുക്കണത്, വളരെ തിന്നാക്കി അല്ല എടുക്കണത് കേട്ടോ. അപ്പം ഇതിനി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറു സൈഡും കൂടെ വേകാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മൊരിഞ്ഞിട്ടാണ് വേണ്ടവരാണെങ്കിൽ കുറച്ച് ടൈം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൊരിയിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഈ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ട് ഒരു സൈഡിലേക്കാണ് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാണ്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സൈഡിൽ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് നമ്മളുടെ മൊസറല്ല ചീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കും. അപ്പൊ ചീസ് ആകുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടുകയും ചെയ്യും. എന്നിട്ട് മറു സൈഡ് കൊണ്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം ഒരുപാട് മൊരിയിക്കാൻ നിന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ എഡ്ജ് കുറച്ചിങ്ങനെ വിട്ടൊക്കെ വരും. അതൊന്നും പ്രശ്നമല്ല. നല്ല മൊരിയിച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വിട്ടൊന്നും വരത്തില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പൊ തിരിച്ചും മറിച്ചു വിട്ട് നല്ല മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാനത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരെണ്ണം മതി കേട്ടോ വയറ് നിറയാനായിട്ട്. കുട്ടികൾക്കൊക്കെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ടിഫിനിലൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ.
എന്നിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ദോശ മതി നമ്മളുടെ വയറ് നിറയാണെന്ന്. കാരണം ഇത്രയും പീസ് കിട്ടാണ്. ശരിക്കും ഒരു പിസ്സ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവര് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരണേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ദോശ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ അടുക്കള ജോലികൾ എളുപ്പമാക്കാനുള്ള 1-2 ടിപ്പാണ്. നിങ്ങൾ കണ്ടോ, ഞാനൊരു ട്രേയിലാണ് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ട് അത് പൊളിച്ചെടുത്തതൊക്കെ. അപ്പൊ അതുപോലെ നമ്മൾ ട്രേയിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് ചീത്താവത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നോ ആ പാത്രങ്ങൾ എന്തായാലും സിങ്കിൽ ഉണ്ടാവും. അത് ഇതുപോലെ അപ്പോഴപ്പോഴുള്ളത് കഴുകി അങ്ങ് മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജോലി എളുപ്പമായിരിക്കും. കാരണം നമ്മൾ പാത്രങ്ങൾ കൂട്ടിയിട്ട ശേഷം പിന്നെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇതിനിടയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ കയറുമ്പം അതും കൂടി വരുമ്പം നമുക്ക് ഭയങ്കര അതൊരു ജോലി ഭാരമായിട്ട് മാറും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് പാത്രം കഴുകൽ എന്ന് പറയുന്നത്. അപ്പം എന്നെ പോലെ ഇതുപോലെ ഇഷ്ടക്കേടുള്ള എത്ര പേരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ തന്നെ ഉള്ള ജോലികളിൽ ഈ അപ്പോഴുള്ള പാത്രങ്ങളെല്ലാം കഴുകി സിങ്ക് അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. കാരണം അടുത്ത ജോലി ചെയ്യാൻ നമുക്ക് നല്ലൊരു ഉത്സാഹം കിട്ടുകയും ചെയ്യും. അതല്ല ഇത് ഇങ്ങനെ ഇവിടെ കുറെ പാത്രങ്ങളും കിടന്ന് നമ്മളുടെ കൗണ്ടർ ടോപ്പും വൃത്തികേടായി കിടന്നാൽ നമുക്ക് ഒരു ഉഷാറും കിട്ടത്തില്ല. എന്റെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കമന്റ്സിനൊക്കെ കുറച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഞാൻ കാണുന്നതാണ് റിച്ചു കാറൊക്കെ കഴുകുന്നുണ്ട്. അപ്പൊ 2 ദിവസം മുൻപ് നിസാറിക്ക പറയുന്നുണ്ടായിരുന്നു കാറ് നിറച്ച് പൊടിയാണ്, അതൊക്കെ ഒന്ന് കഴുകിറിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു അവൻ എന്തൊക്കെയോ വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അവൻ പോകുന്നൊന്നായപ്പോഴേക്കും ഇന്നിപ്പോ ഞങ്ങൾ പറഞ്ഞൊന്നുമില്ല, അവൻ വന്നതാ സ്വയവേ ഇതൊക്കെ ചെയ്യുവാണ് കേട്ടോ. അപ്പം എനിക്കിത് കണ്ടപ്പോ പാവം തോന്നി കേട്ടോ. എനിക്കിങ്ങനെയാണ് കേട്ടോ, പിള്ളേരൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഇതിനിടയിൽ എനിക്ക് കുറെ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. അപ്പം ഇന്നിപ്പോ റിസ്വാന് ഞാൻ വിചാരിച്ചു ബർഗർ, ചപ്പാത്തി എന്നും ഉണ്ടാവും, അപ്പൊ ചപ്പാത്തിയുടെ ഒപ്പം ബർഗർ ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി. കാരണം അവൻ ഇനിയിപ്പോ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെജിറ്റേറിയൻ ആണല്ലോ. പിന്നെ അവൻ അവിടെ പുറത്തുനിന്നൊന്നും പോയി അങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം വീട്ടിലേക്ക് വരുന്ന സമയത്തല്ലേ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് ലഞ്ചിന് ചപ്പാത്തിയും ബർഗറുമാണ് എടുക്കുന്നത്. ഇവർക്ക് പിന്നെ ചോറും കറികളൊന്നും നിർബന്ധമുള്ളവരൊന്നും അല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ളവരാണോ? അപ്പൊ ഇതിനിടയിൽ ഞാൻ വിചാരിച്ച് അവന് എന്തെങ്കിലും സ്നാക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാന്ന് എഴുതിയിട്ട് 1 കപ്പ് പച്ചരി ഞാനൊന്ന് വെള്ളത്തിലേക്ക് ഇടുവാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇതൊരു 1/2 മണിക്കൂർ മാത്രമേ കുതിർത്ത് വെക്കുന്നുള്ളൂ. അപ്പം ഇതുപോലെ വെള്ളം ഒഴിച്ച് അടച്ചൊന്ന് മാറ്റി വെക്കാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ബർഗർ ഒരു സൈഡ് റെഡി ആയപ്പോഴേക്ക് ഞാൻ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാണ്. അപ്പൊ നിങ്ങളുടെ അവിടെ മക്കൾക്കും ഒക്കെ ചിക്കൻ ബർഗറാണോ മട്ടൺ ആണോ വെജ് ആണോ ഇഷ്ടം? ഇപ്പൊ ഇതിപ്പോ ഞാൻ വാങ്ങിയ ബർഗറാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഞാൻ ഇതിനു മുൻപൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ എടുത്ത് കാണുകയാണെങ്കിൽ ഇതിന്റെ ഒക്കെ റെസിപ്പി ഞാൻ അതിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ട ചപ്പാത്തിയും പിന്നെ കെച്ചപ്പും ഈ ഒരു ബർഗറും മാത്രം മതി. പിന്നെ സാലഡ് എന്തെങ്കിലും കൂടി ഉണ്ടാക്കി കൊടുക്കും. ഞാൻ മസ്റ്റായിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും സാലഡ് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ സാലഡും ഈ പറഞ്ഞ മാതിരി ഒരുപാട് റെസിപ്പി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിനിടയിലൊക്കെ കുറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടി വീഡിയോ എടുക്കുമ്പോഴേക്ക് വീഡിയോ ലെന്ത് തന്നെ കൂടി പോണോണ്ടാണ് പിന്നെ അതൊന്നും കാണിക്കാൻ നിൽക്കാത്തത് കേട്ടോ. കാരണം ഇതിൽ ഇപ്പൊ കുറെ റെസിപ്പിയും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ഈ നമ്മൾ ട്രെയിൻ ചെയ്ത പച്ചരി ഒരു പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 ബാച്ചായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. കാരണം ഒറ്റ ബാച്ചിൽ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റത്തില്ല, ചെറിയ ജാറാണേ ഇത്. അപ്പൊ ഈ ഒരു റവയുടെ തരിയില്ലേ, ആ ഒരു രീതിയിലാണ് ഞാനിപ്പോ പൊടിച്ചെടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബാച്ച് പൊടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇത് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടാക്കണതും ഇതിനു മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഞാൻ ഇതെല്ലാ റെസിപ്പിയും പല രീതിയില് പല ടൈപ്പിലൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പൊ 2ാമത്തെ ബാച്ചിലെ കൂട്ടത്തില് ഞാൻ ഒരു 3-4 ഏലക്ക പൊളിച്ചത് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പൊ നമുക്കിതാ ഇത്രയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം ഇനി പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും എളുപ്പത്തിന് വേണ്ടിയിട്ട് ശർക്കര പാനി കാച്ചിയിട്ട്
ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യണത്. അരിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പൊ അതിന് അപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ച് അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പൊ ചൂടായ ശർക്കര പാനിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. പിന്നെ 2 പാളയംകുടം പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലും മതി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല ടൈപ്പിൽ ഉണ്ടാക്കുന്നു. അപ്പൊ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തത് നമുക്ക് ഈ പച്ചരിയുടെ ആ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്ത ശേഷം നമ്മൾ ഈ ചൂടായ ശർക്കരപ്പാനിയില്ലേ, അതാണ് ഒഴിച്ചു കൊടുക്കണത്. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് മതിയെങ്കിൽ ബാക്കി നിങ്ങൾ ലൂസാക്കാൻ വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് മധുരമാവും. ഇതിപ്പോൾ ഞാൻ കറക്റ്റിനാണ് ഞാൻ ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സായി കിട്ടണം കേട്ടോ. സ്പൂൺ കൊണ്ട് കുറച്ച് നേരം അതൊന്ന് ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കണത്. ഇപ്പൊ എൻ്റെ കയ്യിൽ കരിഞ്ജീരകം ഇല്ലായിരുന്നു. സാധാരണഗതിയിൽ കരിഞ്ജീരകമൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം. വെളുത്ത എള്ളോ കറുത്ത എള്ളോ കപ്പലണ്ടിയോ അതല്ലെങ്കിൽ തേങ്ങയോ ഒക്കെ ചേർക്കാം. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. എല്ലാം കൂടി മിക്സ് ആവത്തക്ക രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ കൈയടക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം കിട്ടുന്നത്. അപ്പൊ ഉണ്ണിയപ്പ ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഈ മാവ് കോരി ഒഴിക്കുന്നത് കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് മാവ് കോരി ഒഴിക്കുന്നത്. പിന്നെ എണ്ണ ഒഴിക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാറില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം, അതല്ല മറ്റേതെങ്കിലും ഓയിലാണോ ഇഷ്ടം എന്ന് പറയേട്ടാ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്കെന്താ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് എനിക്കെന്തോ അത്ര ഒരു ഇഷ്ടം തോന്നില്ല. അതാണ് ഒരു കാര്യം. അപ്പൊ ഇത് നമ്മൾ തിരിച്ച് മറിച്ച് വെച്ച് ഇതിന്റെ ഉൾഭാഗം നല്ലതുപോലെ വെന്തെന്ന് ഉറപ്പാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുന്നത്. ഒട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് പിന്നെ അവൻ ഈ പറഞ്ഞ മാതിരി വൈകുന്നേരം പാലാണ് ഞാൻ കൊടുക്കണത്. ആ കൂട്ടത്തില് അവനിത് കഴിക്കാമല്ലോ. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ ഇതുപോലെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. പിന്നെ ഇത് അധികം വയ്ക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. വെച്ചിരുന്നു കഴിഞ്ഞാൽ പഴം ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിനുള്ളിൽ വല കെട്ടും, ചീത്തായി പോവും. അപ്പൊ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. വച്ചിരിക്കാനായിട്ട് ഉണ്ടാക്കണ്ട, അത് നിക്കത്തില്ല കേട്ടോ. അതുപോലെ അവൻ പറഞ്ഞു അവന് പുറത്തു പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന്. രസം അതല്ല, ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ റിസ്വാനെ വിളിക്കുന്നുണ്ടായിരുന്നു. റിസ്വാൻ നമുക്ക് വെളിയിലേക്ക് പോകാന്ന് പറയുമ്പോഴേക്ക് പറയും അവൻ എന്തെങ്കിലുമൊക്കെ വർക്ക് കാണും. അങ്ങനെ വെളിയിലേക്ക് വരാനൊന്നും വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കത്തില്ല. ഇല്ല, ഉമ്മായൊക്കെ പോയിട്ട് വന്നാൽ മതി, ഞാൻ വരത്തില്ല, ഞാൻ വരുന്നില്ല, എനിക്ക് ജോലിയുണ്ട്, ഇതാണെന്നൊക്കെ പറയും. ഇപ്പൊ പോകുന്ന സമയമായപ്പോഴേക്ക് പറയുന്നു അവന് വലിയൊരു ലിസ്റ്റൊക്കെ തന്നിട്ട് അവന് സാധനം വാങ്ങിക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നമ്മൾ പോകുമ്പോഴൊക്കെ നിന്നെ വിളിക്കുന്നതല്ലേ, കൂടെ വന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കും. പറയും അപ്പോഴാവശ്യമില്ലായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. ഇതാണ് പിള്ളേരുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇപ്പം അവനെന്തായാലും ഇനിയിപ്പോ സാധനങ്ങളെല്ലാം വാങ്ങിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുപോലെയുള്ള ക്രോക്കറി ഐറ്റംസ് ഒക്കെ നോക്കാനും വാങ്ങാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ പോലെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ ഈ കോമൺ ആയിട്ട് കാണുന്ന ഐറ്റംസ് എനിക്ക് വാങ്ങിക്കാൻ വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ. വളരെ റയർ ആയിട്ടുള്ള ഐറ്റംസ്, റയർ ഷേപ്പ്, അങ്ങനെയൊക്കെയുള്ള ക്രോക്കറി ഐറ്റംസിനോടൊക്കെയാണ് എനിക്ക് ഏറ്റവും പ്രിയമുള്ളതും. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ അത്രത്തോളം നമ്മളെ നാട്ടിൽ വന്നിട്ട് എനിക്ക് അങ്ങനെ മനസ്സിനിണങ്ങിയതൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോഴൊക്കെ കാണുമ്പം എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ വെയിറ്റും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അതും സാധിക്കാതെ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ ഒരെണ്ണം ഓർഡർ ചെയ്തതാണേ. സംഭവം എനിക്ക് വീട്ടിൽ വരികയും ചെയ്തു. വന്നപ്പം ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിലായാലും ഞാൻ ബുക്ക് ചെയ്തതും അല്ല വന്നത്. അങ്ങനെ പിന്നെ അത് റിട്ടേൺ ചെയ്തു. അപ്പം ഇവിടെയും ഒരുപാട് ഇതുപോലെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെയൊക്കെ ഉള്ളതിന് എനിക്ക് ഭയങ്കര ക്രേസ് ആണ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ എല്ലാം ഇതുപോലെ കാണാനും കണ്ടാസ്വദിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കായിട്ട് ഞാൻ വാങ്ങുമ്പം
ഞാൻ അത്രയും സൂക്ഷ്മതയോടുകൂടിയേ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. കാരണം ഞാൻ മനസ്സിലത് തിട്ടപ്പെടുത്തി എനിക്കത് വേണോ വേണ്ടയോ എന്ന് 10 പ്രാവശ്യം ചിന്തിച്ച ശേഷമേ ഞാനൊരു തീരുമാനം എടുക്കാറുള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? എന്നെ പോലെയുള്ളവരൊക്കെ ഉണ്ടോ? അപ്പോൾ എനിക്ക് ഇങ്ങനെ മോളിലൊക്കെ വരുമ്പം ഇതാണ് ഇഷ്ടം കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിനിണങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കാണും. ഒന്നുമില്ലെങ്കിൽ അതൊക്കെ നോക്കാനും എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ റിസ്വാൻ അവന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ ഏരിയയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ കാണുക എന്നുള്ളതാണ്. അപ്പൊ സാധനങ്ങളെല്ലാം വാങ്ങി അപ്പൊ ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് റിച്ചുവിനാണ് പണിയുള്ളത്. കാരണം റിച്ചുവിനെല്ലാം പാക്ക് ചെയ്തൊക്കെ വെക്കണം. കൊണ്ടുവേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അതൊക്കെ അവൻ സ്വയമേ തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തോളും. അതിനൊന്നും നമ്മളെ പിന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല. പിന്നെ ആകെ ഷർട്ട് മടക്കുന്ന കാര്യത്തിൽ മാത്രമേ നിസ്സാറിക്കടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും കേട്ടോ, മടക്കി കൊടുക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.